ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെതിരെ എൻ വിജയകുമാറിന്റെ മൊഴി. എല്ലാം പത്മകുമാർ പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് വിജയകുമാർ മൊഴി നൽകി. വായിച്ചുപോലും നോക്കാതെയാണ് രേഖകളിൽ ഒപ്പുവെച്ചത്. മറ്റ് കാര്യങ്ങളെക്കുറിച്ച് പത്മകുമാർ വിശദീകരിച്ചിരുന്നില്ലെന്നും എൻ വിജയകുമാർ SITക്ക് മൊഴി നൽകി. ദേവസ്വം ബോർഡിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന് SIT കോടതിയെ അറിയിച്ചു. ദേവസ്വം മാനുവൽ തിരുത്തിയതിൽ പത്മകുമാറിനും വിജയകുമാറിനും ശങ്കരദാസിനും പങ്കുണ്ട്. സാമ്പത്തിക ലാഭം ആഗ്രഹിച്ച ഇരുവരും പത്മകുമാറിന് കൂട്ടുനിന്നുവെന്നും SIT. ഡി മണിയെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. പ്രത്യേക അന്വേഷണ സംഘം വിപുലീകരിക്കണമെന്നാവശ്യപ്പെട്ട് SIT ഹൈക്കോടതിയിൽ ഉപഹർജി നൽകി. വിവരങ്ങളുമായി സിജോ വി ജോൺ, സുനിൽ ഐസക് എന്നിവർ ചേരുകയാണ്. സിജോയിലേക്ക്. സിജോ, ഇവിടെ പത്മകുമാറാണ് എല്ലാം പറഞ്ഞത്. അപ്പോൾ പത്മകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് താൻ എല്ലാം ചെയ്തത്, രേഖകളിൽ ഒപ്പുവെച്ചത് എന്ന രീതിയിൽ ഇതിന്റെ എല്ലാം ഉത്തരവാദിത്വം പത്മകുമാറിനാണ് എന്ന മൊഴിയാണോ ഇപ്പോൾ എൻ വിജയകുമാർ SITക്ക് നൽകിയിട്ടുള്ളത്? ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാനുള്ള നിർദ്ദേശം നൽകിയത് അല്ലെങ്കിൽ അത്തരം ആവശ്യം ഉന്നയിച്ചത് പത്മകുമാറാണ് ഇത്തരത്തിൽ ഒരു കാര്യം ആദ്യമായി പറയുകയും ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞത് അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് വിജയകുമാർ മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ മൊഴി നൽകിയിരിക്കുന്നതിൽ അതിൽ എത്രത്തോളം കാര്യമുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഈ മൊഴിക്ക് അപ്പുറത്തേക്ക് SIT സംഘം കണ്ടെത്തിയിരിക്കുന്നത് അതല്ല, അതിന് ഈ ഒരുവർക്ക് ഒരു കൂട്ടുത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് SIT നൽകിയിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതായത് പോറ്റിയെ അതിരുവിട്ട് സഹായിക്കാൻ വേണ്ടി ദേവസ്വം മാനുവൽ തിരുത്തൽ വരുത്തിയിട്ടുണ്ട്. ഇത് തിരുത്തിയതിൽ പത്മകുമാറിനും വിജയകുമാറിനും ശങ്കർദാസിനും ഒരേപോലെ പങ്കുണ്ട് എന്നുള്ളതാണ്. സാമ്പത്തിക ലാഭം ആഗ്രഹിച്ചാണ് ഇരുവരും പത്മകുമാറിന് കൂട്ടുനിന്നെന്നും SIT കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ SITയുടെ ഈ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഇതിനെ സ്വാഭാവികമായും ഇവരുടെ മൊഴിയെ തള്ളുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഇന്നിപ്പോൾ ഈ അന്വേഷണ സംഘത്തോട് മുന്നിൽ ഹാജരാകാൻ ഡി മണിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തുന്നുണ്ട്. അല്പസമയത്ത് തന്നെ അവർ മൊഴി നൽകാൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. ശരി, ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് വിജയകുമാറിന്റെ മൊഴി തന്നെയാണല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പത്മകുമാർ പറഞ്ഞിട്ടാണെന്ന് പറയുമ്പോൾ താൻ നിരപരാധിയാണ്, തനിക്കൊന്നും അറിയില്ലായിരുന്നു, ഇത് ഈ രീതിയിലുള്ള ഒരു കൊള്ള നടത്തുകയാണ് ഇവരുടെ ലക്ഷ്യമെന്നത് അറിയില്ലായിരുന്നു, അപ്പോൾ അതറിയാതെയാണ് ഇതിനൊക്കെ കൂട്ടുനിന്നത് എന്നാണോ എൻ വിജയകുമാർ പറയുന്നത്? വിജയകുമാർ 2 തവണ ഇതിനു മുന്നേ അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു. ആ 2 ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇന്നലെ കീഴടങ്ങിയതിനു ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തപ്പോൾ അവരോടും വ്യക്തമാക്കിയിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അത് പത്മകുമാർ പറഞ്ഞിട്ടാണ്. പത്മകുമാറിനെ വിശ്വസിച്ച് ആണ് ഈ രേഖകളിലെല്ലാം ഒപ്പിട്ടത് എന്നുള്ളതാണ്. സ്വർണം പൂശുന്ന കാര്യം മാത്രമാണ് പത്മകുമാർ പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ കാര്യങ്ങൾ വിശ്വസിച്ചില്ല. ഈ രേഖകളിലൊന്നും വായിച്ചു പോലും നോക്കാതെ അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ട് ഇതിൽ ഒപ്പിടുകയാണ് ചെയ്തതെന്നുള്ളതാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. നിർണായകമായ പല തീരുമാനങ്ങളും എടുക്കുന്നത് പത്മകുമാറാണ്. അപ്പോൾ അദ്ദേഹമാണ് ഈ കാര്യങ്ങളിലെല്ലാം നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ദീപ, ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചുകൊട്ടെ. എനിക്ക് നമുക്ക് കൃത്യമായി സ്ഥിരീകരിക്കാൻ പറ്റുന്നില്ല എങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്ന ഡി മണിയും അതോടൊപ്പം എൻ്റെ സുഹൃത്തുക്കളും ഡി മണിയാണ് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹമാണ് ചോദ്യം ചെയ്യലിന് എത്തിയിരിക്കുന്നത് എന്നുള്ളത്. അതെ, ഡി മണിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. മാസ്ക് വെച്ചിട്ടുണ്ട് എങ്കിൽ പോലും നമ്മൾ മുൻ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹത്തിൽ നിന്ന് കണ്ടതാണ്. ഡി മണിയാണ് ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഡി മണിക്ക് ഒപ്പം 2-3 പേരുടെ ശ്രീകൃഷ്ണൻ അതോടൊപ്പം തന്നെ ബാലസുബ്രഹ്മണ്യൻ ഉൾപ്പെടെയുള്ള ആളുകളോടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവർ ചോദ്യം ചെയ്യലിന് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുക. അപ്പോൾ ഇന്ന് സിജോ, ഇന്ന് വലിയ നിർണായകമാകാൻ പോകുന്നത് ഡി മണി ഇക്കാര്യത്തിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്തു പറയും എന്ന് തന്നെയല്ലേ? അതെ, തീർച്ചയായും. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒരു അപ്രതീക്ഷിത ഒരു ട്വിസ്റ്റായിരുന്നു എന്ന് പറയുന്നത് ഈ സ്വർണം ദ്വാരപാലക ശില്പവും അതോടൊപ്പം തന്നെ കട്ടളപ്പാളിയും കൊണ്ടുവരുന്നത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ശബരിമലയിൽ നിന്നുള്ള പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിക്കൊണ്ടുപോയി എന്നുള്ളത് പ്രവാസി വ്യവസായിയാണ് സംബന്ധിച്ച മൊഴി നൽകുന്നത്. SIT സംഘം അദ്ദേഹത്തിന് മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ദിണ്ടിഗലിലെത്തി അവരെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ഈ വിഗ്രഹ കടത്തിനെ കുറിച്ച് തങ്ങൾക്ക് അറിയില്ല, അങ്ങനെ ഒരു പങ്കേ ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് ഈ ഡി മണി ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. അത് പൂർണ്ണമായി മുഖവിലേക്ക് എടുക്കാൻ
വേണ്ടി അന്വേഷണ സംഘം തയ്യാറാകുന്നില്ല. ആ വിശദമായ പരിശോധനകളിലേക്ക് പോവുകയാണ്. ഈ പറയുന്ന ദിവസം 2020 ഒക്ടോബർ 26-ാം തീയതി അതിനോടുള്ള ചേർന്നുള്ള ദിവസങ്ങളിൽ DM മണി തിരുവനന്തപുരത്ത് എത്തിയതായിട്ടുള്ള വിവരം അന്വേഷണ സംഘത്തിന് ശേഖരിക്കാൻ പറ്റിയിട്ടുണ്ട്.